ശുഭഹോൽ ആബോലബ്രോൽ റൂഹോ കാദീശോ. ബലഹീനന്മാരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. സഹോദരങ്ങളെ, ജീവപ്രദമായ പരിശുദ്ധ ബലി തിരുസഭ മുഴുവനും വേണ്ടി അർപ്പിക്കുന്നതിന് ഞാൻ യോഗ്യനായി തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് അങ്ങയുടെ പ്രാർത്ഥനകൾ കേട്ട് ബലിയിൽ പ്രീതിപ്പെടുകയും കുർബാന കൈക്കൊണ്ട് അങ്ങയോടുകൂടി ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്യട്ടെ. നീതി പ്രിയരുടെ നിലയത്തിൽ സംസ്തുതിയുടെ രക്ഷാഗാനം ദാവീദുരാജൻ തന്നാവാൻ പരിശുദ്ധൻ റൂഹാ പാടി. ഒരേത്തായുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും ബാറക്കുമോ. സൃഷ്ടിയുടെ ഉടയവന് സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലെന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി. അവനത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു. അവൻ അവരോട് പറഞ്ഞു, എനിക്കുണ്ടായ സ്വപ്നം കേൾക്കുക. നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴിതാ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു. നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്ന് എൻ്റെ കറ്റയെ താണു വണങ്ങി. അവർ ചോദിച്ചു, നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ? നീ ഞങ്ങളുടെ മേലെ ആധിപത്യം സ്ഥാപിക്കുമെന്നാണോ? അവൻ്റെ സ്വപ്നവും വാക്കുകളും കാരണം അവരവനെ അത്യധികം ദ്വേഷിച്ചു. അവന് വീണ്ടും ഒരു സ്വപ്നമുണ്ടായി. അവൻ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ വേറൊരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങി. അവനത് പിതാവിനോടും സഹോദരന്മാരോടും പറഞ്ഞപ്പോൾ പിതാവ് അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് നിന്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം? ഞാനും നിന്റെ അമ്മയെ സഹോദരന്മാരും നിന്നെ നിലമ്പറ്റെ താണു വണങ്ങുമെന്നാണോ? സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. പിതാവാകട്ടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. ബാർക്കുമോ. എന്നും സ്തുതി നിൻ കനിവീനു കനിവേറും രക്ഷകനേ, എത്ര നിറഞ്ഞിന്നെങ്ങും കാണുന്നു നിന്ദാനം. നീനുവയരോടുണ്ടായ കോപം നിലവിളിയാൽ നീ നീക്കിയല്ലോ. അഹറോന്റെയുമാ സ്കറിയാതന്നുടെയും ധൂപമതും മരണത്തെ നീക്കിയ ഫിനഹാസിൻ പ്രാർത്ഥനയും പോൽ അടിയാരുടെ ധൂപത്തെയും അൻപുടയോനെ കൈ കൊള്ളുക. നാഥാ നിന്നുടെ ദാനങ്ങൾക്കെല്ലാം പകരമതായി എന്തങ്ങേക്കായി നൽകിയിടും ഞാൻ നിൻ ഹിതമതുപോൽ. അഖില ജനസവിധം ഞാൻ നേർ
നേർച്ചകൾ നിറവേറ്റും നാഥ. ഹാബേലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയതും അബ്രാഹം തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ, നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ടലിവായുത്തരമേ ഗേണമേ. ലോകത്തിനുടെ അനവധിയാം പാപം മായ്ച്ചിടാൻ സ്വയബലിയായൊരു മിശിഹ നിൻ ബലി പോൽ ഞങ്ങളെയും കാഴ്ചയതായിട്ടേകുന്നു. ബലിതു സ്വീകൃതമാകേണമേ. സൗഗന്ധികമാം ധൂപം പോലായി തീരാം ഞങ്ങൾ. ചിന്തകൾ വചനം ചെയ്തികളാൽ നിൻ പ്രീതിയേറ്റാം തവ സവിധേയായുഷ്കാലം നിർമ്മലരായി തീരാ ഞങ്ങൾ. ആർക്കായി കാഴ്ച ഇതർപ്പിച്ചിടുന്നോ ആയവരെ ഈ ദേവാലയ നിർമ്മിതിയിൽ പങ്കാളികളായോ ഏവരെയും ഓർത്തിടുന്നു. ബലിതു സ്വീകൃതമാകേണമേ. കർത്താവേ, നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നാൾ. നിൽക്കണമവർ വലഭാഗത്തിൽ. കർത്താവേ, നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വഭാവപ്രകാരം മരണമില്ലാത്തവരും തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവന്റെയും ജീവനും രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും വെടിപ്പുമുള്ള ദൈവമാതാവായ കന്യകാമറിയാമിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ എന്റെ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും.
തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധ തൃത്വത്തിൽ ഒരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരുമായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. കാദീശാത് ആലോ ധന്യൻ ചൊൽക്കേട്ടേൻ ഈ ദേവം ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവരെങ്കിലും ആദൂതൻ താനേൽക്കും സഭതൻ ശാപം പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിൻ ഉപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നു ധന്യൻ. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ബാറക്കുമോർ. ശ്ലീഹായുടെ ഉടയവന് സ്തുതി. അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലെന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യരിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത്. മുൻപ് യഹൂദമതത്തിലായിരുന്നപ്പോഴത്തെ എൻ്റെ ജീവിതത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും
അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരായ അനേകരേക്കാൾ യഹൂദമത കാര്യങ്ങളിൽ ഞാൻ മുൻപന്തിയിലായിരുന്നു. എൻ്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ അത്യധികം തീക്ഷ്ണമതിയുമായിരുന്നു. എന്നാൽ ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. അത് അവിടുത്തെ പുത്രനെ പറ്റി വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. ഞാനൊരു മനുഷ്യൻ്റെയും ഉപദേശം തേടാൻ നിന്നില്ല. എനിക്ക് മുൻപേ അപ്പോസ്തലന്മാരായവരെ കാണാൻ ഞാൻ ജെറുസലേമിലേക്ക് പോയതുമില്ല. മറിച്ച് ഞാൻ അറേബ്യയിലേക്ക് പോവുകയും ദമാസ്കസിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. 3 വർഷത്തിന് മുൻപ് കേപ്പായെ കാണാൻ ഞാൻ ജെറുസലേമിലേക്ക് പോയി അവനോടൊത്ത് 15 ദിവസം താമസിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ മറ്റാരെയും ഞാൻ കണ്ടില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന ഇക്കാര്യങ്ങളിൽ വ്യാജമല്ല എന്നതിന് ദൈവം സാക്ഷി. തുടർന്ന് ഞാൻ സിറിയ, കിലിക്യ എന്നീ പ്രദേശങ്ങളിലേക്ക് പോയി. യൂദയായിലുള്ള ക്രിസ്തുവിൻ്റെ സഭകൾ അപ്പോഴും എന്നെ നേരിട്ട് അറിഞ്ഞിരുന്നില്ല. ഒരിക്കൽ നമ്മെ പീഡിപ്പിച്ചിരുന്നവൻ താൻ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച വിശ്വാസം ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ടിരുന്നു. എന്നെ പ്രതി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി ബാറക്കുമോർ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിയാഗങ്ങളണച്ചിടുവിൻ കർത്തൃ പ്രാകാരെ നിർമ്മല കാഴ്ചയുമായി. കർത്തനെ സ്തുതി മദ്ബഹാ മുൻപിൽ. ഹല്ലേലൂയ. ബാർക്കുമോ നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവേ ശംശിയുടെ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായി നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിച്ച വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്നും. വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവനെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരിലും അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാരകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശുവെന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു.
പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശുവെന്ന് പേരിട്ടു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ദൈവജനനീ ധന്യേ കന്യകയേ പരിമളധൂപത്തോടൊന്നിച്ചെന്നും നിന്നോർമ്മ മാതേ നിന്നോടെ പ്രാർത്ഥനയാൽ ലോകവ്യാപകമാം ശാന്തി തിരുസഭ തന്നിൽ സംപ്രീതി ഇവയെല്ലാം ഉളവാക്കിയിടണമേ. കർത്താവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ജനനത്തിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണല്ലോ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഈശോയുടെ ജനനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നാം ധ്യാനിക്കേണ്ടുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. കഴിഞ്ഞ ഒരു വർഷക്കാലം പ്രത്യേകമായിട്ട് നമ്മൾ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വർഷമായി ആചരിക്കുകയായിരുന്നല്ലോ. ഈ വിശുദ്ധനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ഇന്ന് പ്രത്യേകമായിട്ട് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിനുണ്ടായ ദർശനത്തെക്കുറിച്ചാണ് ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുക. ഈ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒന്നാമതായി മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്ത ഇപ്രകാരമാണ്. ആദ്യമായി മനുഷ്യൻ ദൈവത്തോട് ചോദിച്ച ചോദ്യം, ഞാൻ സഹോദരൻ്റെ കാവൽക്കാരനാണോ? ഈ ചോദ്യത്തിന് ദൈവം മറുപടി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ തുടർന്ന് തിരുവചനത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഒരു മറുപടിയാണ് പിന്നീടുള്ള ഓരോ സംഭവങ്ങളും. നാം ഓരോരുത്തരും സഹോദരങ്ങളുടെ കാവൽക്കാരനാണെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ കുറിച്ച് നമ്മൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ ഒന്നാമതായി മനസ്സിലേക്ക് ഓടി വരുന്ന ചിന്ത ഇതാണ്: ഒരു നല്ല കാവൽക്കാരനായിരുന്നു വിശുദ്ധ യൗസേപ്പ് പിതാവ്. ഈ യൗസേപ്പ് പിതാവിന് നൽകിയിട്ടുള്ള വിശേഷണങ്ങളിൽ ഏറ്റവും സുന്ദരവും മനോഹരവുമായ ഒരു വിശേഷണമാണ് അവൻ കാവൽക്കാരനായിരുന്നു എന്നുള്ളത്. ദൈവജനനിയുടെ കാവൽക്കാരൻ, തിരുസഭയുടെ കാവൽക്കാരൻ, കുടുംബങ്ങളുടെ കാവൽക്കാരൻ എന്നാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിനെ വിശേഷിപ്പിക്കുക. ആരെയാ നമ്മൾ കാവൽക്കാരൻ എന്ന് വിളിക്കുക? അല്ലെങ്കിൽ ഈ കാവൽക്കാരൻ്റെ ദൗത്യം നമ്മൾ ഭരമേൽപ്പിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടായിരിക്കേണ്ടുന്ന ഗുണവിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും വിശ്വസ്തരായവരെ മാത്രമേ ഈ ഒരു ദൗത്യം നമ്മൾ ഭരമേൽപ്പിക്കുകയുള്ളൂ. ഏറ്റവും വിശ്വസ്തനും ഉത്തരവാദിത്വ ബോധമുള്ള ഒരാളെയാണ് ഈ കാവൽക്കാരൻ്റെ ദൗത്യം ഭരമേൽപ്പിക്കുക. ഈ പ്രപഞ്ചത്തിൽ വെച്ച് ഏറ്റവും വിലപ്പെട്ട 2 ജീവനുകളെ പ്രത്യേകമായിട്ട് സ്വർഗം ഈ യൗസേപ്പ് പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കണമെങ്കിൽ സ്വർഗം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിശ്വസ്തനും അർപ്പണബോധമുള്ള ഒരു മനുഷ്യനായിരുന്നു വിശുദ്ധ യൗസേപ്പ് പിതാവ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ജീവിതത്തെ ഈ യൗസേപ്പ് പിതാവിൻ്റെ കരങ്ങളിലേക്ക് സ്വർഗം വെച്ചു കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ യൗസേപ്പ് പിതാവ് എന്ന ഈ വിശുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്നത് നാം ഓരോരുത്തരും മറ്റുള്ളവരുടെ കാവൽക്കാരനാണ് എന്നുള്ള ഒരു സത്യമാണ്. ഈ യൗസേപ്പ് പിതാവിനെ പോലെ ദൈവം നമ്മളെ ഭരമേൽപ്പിക്കുന്നവരുടെയൊക്കെ കാവലിൻ്റെ ഒരു ദൗത്യം ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കുടുംബത്തിൽ ഞാനൊരു കാവൽക്കാരനായി മാറണം. നിന്റെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ നീ ഒരു കാവൽക്കാരനായി മാറണം.
ദൈവം ദാനമായി തന്നിരിക്കുന്ന മക്കൾക്ക് നീ ഒരു കാവൽക്കാരനായി മാറുമ്പോഴാണ് സ്വർഗം നിന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ കാവൽക്കാരൻ്റെ ഈ ദൗത്യം നിന്നിൽ നിറവേറുക. ഒന്നാമതായിട്ട് ഈ വിശുദ്ധൻ നമ്മളോട് പഠിപ്പിക്കുന്നതാണ്, നാം ഓരോരുത്തരും ഒരു കാവൽക്കാരനാണ്. ഈ കാവൽക്കാരൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇന്ന് പലപ്പോഴും സ്വന്തം ജീവിതത്തിൻ്റെ നിലയും വിലയും മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടുവാനായിട്ട് മറ്റുള്ളവരുടെ സൽപ്പേരിനെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എത്തുവാനായി കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളും ബഹളങ്ങളും ഒക്കെ ഇന്ന് മാധ്യമങ്ങളിലൂടെയും മറ്റു വഴികളിലൂടെയും ഒക്കെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഈ അവസരത്തിലാണ് യൗസേപ്പ് പിതാവ് എന്ന മനുഷ്യന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുക. തനിക്ക് ഭാര്യയായി നൽകപ്പെട്ട ദൈവം കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത മറിയം എന്ന പെൺകുട്ടി ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും അവളെ അപമാനിതയാക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് വചനം പഠിപ്പിക്കുക. അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. അവളുടെ സൽപ്പേരിന് കാവൽ നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ട് വിശുദ്ധ യൗസേപ്പ് പിതാവ് മാറുകയാണ്. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റുള്ളവരുടെ കാവൽക്കാരായി മാറാൻ നമുക്ക് സാധിക്കുമോ? ദൈവം നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കുടുംബത്തിൽ ഒരു കാവൽക്കാരനായി മാറാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? രണ്ടാമതായി ഈ വിശുദ്ധനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഈ വിശുദ്ധന് സുവിശേഷം അധികം വിശേഷണങ്ങളൊന്നും ചാർത്തി കൊടുക്കുന്നില്ല. രണ്ട് വാക്കുകളിലാണ് ഈ വിശുദ്ധന്റെ ജീവിതം മുഴുവൻ സുവിശേഷം ഒതുക്കി നിർത്തിയിരിക്കുന്നത്. ഒന്നാമതായി പറയുന്നത്, ജോസഫ് നീതിമാനായിരുന്നു. സ്വന്തം ഭാര്യയെ അപമാനിതയാക്കുവാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. ഈ 2 വാക്യങ്ങളിലാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മുഴുവൻ സുവിശേഷം ഒതുക്കി നിർത്തിയിരിക്കുക. ഈ 2 വാക്യങ്ങളെ നമ്മൾ എടുത്തു വെച്ചൊന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ വിശുദ്ധന്റെ ശ്രേഷ്ഠത എത്രമാത്രമായിരുന്നുവെന്ന്. ജോസഫ് നീതിമാനായിരുന്നുവെന്നാണ് ബൈബിൾ അവനെ വിളിക്കുക. എന്താണ് ജോസഫിന്റെ നീതി? ഒന്നാമതായി, നീതി എന്നതിന് മാനുഷികമായ അർത്ഥം അർഹിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ നീതി എന്ന് വിളിക്കുക. എന്നാൽ ജോസഫിന്റെ നീതി എന്ന് പറയുന്നത് മാനുഷികമായ ഒരു നീതി മാത്രമായിരുന്നില്ല, മറിച്ച് അതിന് ദൈവികമായ ഒരു ഭാവം കൂടി ഉണ്ടായിരുന്നു. എന്താണ് ദൈവികമായ ഭാവം എന്ന് പറയുമ്പോൾ? അത് കരുണയുടെ ഭാവമാണ്. അർഹിക്കാത്തത് പോലും അർഹിക്കാത്തവരുടെ ജീവിതത്തിലേക്ക് വച്ചു നീട്ടുന്നതായിരുന്നു ദൈവത്തിൻ്റെ നീതി. ഇതേ നീതി തന്നെയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. ഒന്നാമതായി മാനുഷികമായ ഒരു നീതിയുടെ തലം, രണ്ടാമതായി ദൈവികമായ ഒരു കാരുണ്യത്തിൻ്റെ തലം. മാനുഷികമായ നീതിയുടെ തലം എന്ന് പറയുമ്പോൾ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിന് കൊടുത്ത ഒരു മനുഷ്യനായിരുന്നു യൗസേപ്പ് പിതാവ്. അതുപോലെ തന്നെ മനുഷ്യർക്ക് കൊടുക്കാനുള്ളത് മനുഷ്യർക്ക് വച്ചു നീട്ടിയ ഒരു മനുഷ്യൻ. ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിന് കൊടുത്തു എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൽപ്പിച്ചത് ദൈവത്തിനാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ചെയ്യുന്ന ഒരു യൗസേപ്പ് പിതാവിനെയാണ് സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഇത് തന്നെയാണ് ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിന് കൊടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തിനും മനുഷ്യനും കൊടുക്കാനുള്ളത് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിത തിരക്കുകളുടെ ഇടയിൽ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന സ്ഥാനം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ജോലി തിരക്കുകളുടെയും മറ്റു ജീവിത വ്യഗ്രതകളുടെയും ഒക്കെ ഇടയിൽ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന സ്ഥാനം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇവിടെയാണ് ഈ യൗസേപ്പ് പിതാവ് ഓർമ്മിപ്പിക്കുന്നത്, ഒരു നീതിമാനായി നമ്മൾ മാറണം. അർഹതപ്പെട്ടത് അർഹതപ്പെടുന്നവർക്ക് കൊടുക്കണം. ദൈവത്തിന് കൊടുക്കാനുള്ള നിന്റെ സമയം, നിന്റെ ആരോഗ്യം, നിന്റെ കഴിവ്, ഇതൊക്കെ ദൈവത്തിന് കൊടുക്കുമ്പോഴാണ് യൗസേപ്പ് പിതാവിനെ പോലെ നീയും ഒരു നീതിമാനായി മാറുക. ഇനി രണ്ടാമതായിട്ട്, അർഹിക്കാത്തത് പോലും അർഹിക്കാത്തവർക്ക് കൊടുത്തതാണ് ജോസഫിന്റെ നീതി. മറിയത്തെ സംബന്ധിച്ചിടത്തോളം ജോസഫിൽ നിന്ന് ഒരു കാരുണ്യമൊന്നും അവൾ അർഹിക്കുന്നില്ല. വിവാഹം കഴിഞ്ഞ് അവർ സഹവസിക്കുന്നതിന് മുമ്പേ അവൾ ഗർഭിണിയായി കാണപ്പെട്ടു എന്നാണ് വചനം പറയുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീയെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലുവാനുള്ള നിയമം നിലനിൽക്കെ അതിനുള്ള ആദ്യത്തെ അവകാശവും ഈ ജോസഫ് എന്ന മനുഷ്യനാണ്.
പക്ഷേ ജോസഫിനെ കുറിച്ച് വചനം പറയുന്നത് സ്വന്തം ഭാര്യയെ അവൻ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാ പറയുക. അർഹിക്കാത്ത ഒരു കാരുണ്യം മറിയത്തിന്റെ ജീവിതത്തിലേക്ക് ജോസഫ് വെച്ച് നീട്ടുന്നതായിട്ട് നമുക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മളെ വേദനിപ്പിക്കുന്നവരും നമ്മളെ മുറിപ്പെടുത്തിയവരും ഒക്കെ ഉണ്ടാകും. പക്ഷേ അവരോടൊക്കെ ഈ ദൈവികമായ നീതിയുടെ ഒരു ഭാവം, കരുണയുടെ ഒരു ഭാവം വെച്ചു പുലർത്തുവാനായിട്ട്, അത് പ്രകടിപ്പിക്കുവാനായിട്ട് നമുക്കും സാധിക്കുമ്പോഴാണ് വിശുദ്ധ യൗസേ പിതാവിനെ പോലെ ഒരു നീതിമാനായി നമുക്കും രൂപപ്പെടുവാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ഈ വിശുദ്ധനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ വിശുദ്ധന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമതായിട്ട് കാവൽക്കാരന്റെ ഒരു ദൗത്യം, അത് ഏറ്റവും വിശ്വസ്തയോടും ഉത്തരവാദിത്വ ബോധത്തോടും കൂടെ ജീവിതത്തിൽ നിറവേറ്റുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. രണ്ടാമതായിട്ട് ജോസഫിനെ പോലെ ഒരു നീതിമാനായി മാറുവാൻ, ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിന് കൊടുക്കുവാനും മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനും, ഒരുപക്ഷെ അവരർഹിക്കാത്തത് പോലും അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് വച്ചു നീട്ടി ദൈവത്തിൻ്റെ കരുണയുടെ മുഖമായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിന് വിശുദ്ധ യൗസേ പിതാവിൻ്റെ വലിയ മാധ്യസ്ഥം നമ്മുടെ ജീവിതങ്ങൾക്ക് ബലമായി കോട്ടയായി കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ബാർക്കുമോർ സ്തോമൻ ഗാലോസ് കുറിയേലായിസോൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ദാവീദിന്റെ പുത്രിയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുകയും ഗോകുൽത്തായിൽ വെച്ച് മുറിക്കപ്പെടുകയും വിശുദ്ധ സഭയിൽ വിഭജിക്കപ്പെടുകയും വിശ്വാസമുള്ള ജനത്തിന് നൽകപ്പെടുകയും ജീവനുള്ളവരെയും മരിച്ചവരെയും ആനന്ദിപ്പിക്കുവാൻ പര്യാപ്തമാവുകയും ചെയ്ത ജീവനുള്ള അപ്പമായ കർത്താവിന് സ്തുതി. ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. ബക്കലഹുന്യവുമോ സോദകായ ബാർക്കുമോർ കാരുണ്യവാനായ കർത്താവിൻ്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനെ ദയതോന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പനിമഞ്ഞവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരകനുമാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന്
ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവാദിദൈവമേ, കർത്താവേ, നിന്റെ തേജസ്സിൽ അഗ്നിമയന്മാർ പരിഭ്രമിക്കുകയും നിന്റെ ദർശനത്തിൽ ആത്മമയന്മാർ ചഞ്ചലപ്പെടുകയും ചെയ്യുന്നു. ന്യായാധിപതികളുടെ ന്യായാധിപതിയും അധികാരികളിൽ ഭീതിയുളവാക്കുന്നവനുമേ, തിരുവുമ്പാകെ ഞങ്ങൾ വന്നിച്ച് നിന്റെ ദൈവത്വത്തോടപേക്ഷിച്ചു പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ശ്രോപ്പേന്മാരുടെ സ്ഥാനത്ത് നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കുകയും നിന്റെ ദൈവത്വത്തിന്റെ വന്യരഹസ്യങ്ങളിൽ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങൾ തിരുവുമ്പാകെയും ഈ വിശുദ്ധ ബലിപീഠത്തിന്റെ സന്നിധിയിലും വിശുദ്ധിയോടെ നിന്നുകൊണ്ട് നിന്റെ ആത്മീക മേശയിൽ വെടിപ്പോട് ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം നിന്റെ മഹാകരുണയാൽ ഞങ്ങൾക്ക് പാവപരിഹാരം നൽകണമേ. നിന്റെ പരിശുദ്ധ റൂഹായി അയച്ച് ഞങ്ങളുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ അപ്പവും വീഞ്ഞും നീ ശുദ്ധീകരിക്കണമേ. നിർമ്മലവും പ്രീതികരവുമായ ബലികൾ നിനക്ക് അർപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും വെടിപ്പാക്കുകയും മനസ്സിനെയും ചിന്തകളെയും ശുദ്ധീകരിക്കുകയും സകല പാപമാലിന്യങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യണമേ. നിന്റെ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങൾ അർഹരായി തീരണമേ. അവരുടെ കൂട്ടത്തിലും അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. കർത്താവ് അങ്ങയുടെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ആമീൻ. ബലഹീനനും പാപിയുമായി ദാസനേറ്റു പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ. ആമീൻ. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ. ആമീൻ. ജീവപ്രദനായ പരിശുദ്ധ റൂഹ പരിശുദ്ധൻ. അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളിലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും മനസ്സലിവ് തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയായ തൻ്റെ ദാസന്റെ ഈ ധൂപം ശുദ്ധീകരിക്കുന്നവനുമാകുന്നു. ആമീൻ. ബാർക്കുമോ ദിവ്യജ്ഞാനം ഘോഷിക്കപ്പെടുന്നു. നമ്മെല്ലാവരും ഭക്തിയാ നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി
തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മോത്തത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ യേശുമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാർക്കുമോർ സ്തോമൻ ഗാലോസ്. കർത്താവേ, ഈ സമയത്ത് സ്നേഹവും യോജിപ്പ് സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ബാർക്കുമോർ കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവമേ, വിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ബാർക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിസകലത്തിൻ്റെ മുടവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും വിലയും സ്തോത്രവും ആകുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ആയിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടി കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവും ആകുന്നു. കർത്താവേ, വിശുദ്ധ മാലാഖമാരോടും
പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതി കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഓശാന. ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ താൻ പാപികളായി ഞങ്ങൾക്കു വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. ബാറക്കുമോ വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യരായ വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ടരുളി ചെയ്തു. ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ആമീൻ. അപ്രകാരം അത്താഴത്തിനു ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായുമെടുത്ത് സ്തോത്രം ചെയ്തു. ബാറക്കുമോ വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ തൻ്റെ വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ആമീൻ. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളത് അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നത് വരെ അനുസ്മരിക്കുകയും ചെയ്യുവനെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു, നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സഭ രക്ഷാകരമായി നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുവനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ സംഭ്രമജനകമായ രണ്ടാമത്തെ വരവിനെ അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയും ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ഈ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട്
സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവരെ ദയതോന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബാർക്കുമോറന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടെ ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേലാവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവും ആകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സംപ്രീതിയും ഉണ്ടാകണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. പരിശുദ്ധ റൂഹ ഈ അപ്പത്തെ ആശീർവദിച്ചു ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി മാറ്റട്ടെ. ആമീൻ. പരിശുദ്ധ റൂഹ ഈ കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. ആമീൻ. ഈ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവന് യോഗ്യരാവുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവും മേജർ ഭദ്രാസനത്തിൻ്റെ മേൽദക്ഷനുമായ മോർ ആൻഡ് മോർ ബെസേലിയോസ് ക്ലേമീസ് കാതോലിക്ക ബാവായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശീശന്മാർ, ശുമാശന്മാർ, ദേറാർക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറിയേലായിസോൻ. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തി സമാധാനവും അതിലേടയന്മാർക്ക് ആശ്വാസപൂർണമായ ദീർഘായുസ്സും നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിൽ ഉണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ബാർക്കുമോർ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കു വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറിയേലായിസോൻ. കർത്താവേ, നിന്റെ ആരാധകരുടെ അപേക്ഷ താല്പര്യപൂർവ്വം കേട്ട് നിന്റെ സഭ നിനക്കർപ്പിക്കുന്ന ബലികളും ആദ്യഫലങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ബാർക്കുമോർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും
അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാനചിത്തരാക്കി തീർക്കണമേ. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ബാറുഖുമോർ ശുദ്ധമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെയും നിബിയന്മാർ, ശ്ലീഹന്മാർ, പ്രസംഗകർ, ഏവങ്കേലിയസ്തന്മാർ, സഹോദയന്മാർ, മൗദ്യാനന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ബാറുഖുമോർ കുറ്റമില്ലാത്തതും ശ്ലൈകവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മ പ്രേരിതരായി അവർ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ബാർക്കുമോ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടു പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെയും സ്വരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ചൊല്ലണം. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. കർത്താവേ, മരിച്ചുപോയ വിശ്വാസികളുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുത്. എന്തെന്നാൽ ശരീരികളായവരിൽ നിന്റെ ഏകപുത്രനല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ല. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടെ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും തിരുമുൻപിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും അവരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പുണ്യദാതാവും പാപവിമോചകനുമായിരിക്കണമേ. സർവാധരണീയവും സംപൂജ്യവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും നാമത്തോടുകൂടെ ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ആമീൻ. തൻ്റെ നാമമായിരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്തുതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ
യേശു മിശിഹായുടെ കൃപ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോനെ നിൻവാതിൽ ഹാലേലൂയ ഹാലേലൂയ മുട്ടുന്നു ദാസർനാദം ബാറക്കുമോർ കുറേലായിസോൻ ആവശ്യത്താൽ യാചിക്കും ഹാലേലൂയ ഹാലേലൂയ അടിയാരെ തള്ളിടല്ലേ ബാറക്കുമോർ കുറേലായിസോൻ അലിവോടു ശിക്ഷി ചടിയാരേ ഹാലേലൂയ ഹാലേലൂയ അരിശം നീക്കി കാക്കണമേ ബാറക്കുമോർ കുറേലായിസോൻ വാതിൽ തുറന്നീ പ്രാർത്ഥനയിൻ ഹാലേലൂയ ഹാലേലൂയ നാദം കേട്ടേ ഗീടണമേ ബാറക്കുമോർ കുറേലായിസോൻ ബാർക്കുമോർ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറേലായിസോൻ കരുണയുള്ള പിതാവായ ദൈവമേ, വിനയപൂർവ്വം നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായികളും അധരങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയെയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിതാ നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയിൽ എപ്പോഴും നീ ഞങ്ങൾക്ക് സഹായം പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷകനും ഉദ്ധാരകനുമായിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അദൃശ്യമായി നിന്റെ വലത് കൈ നീട്ടി ഞങ്ങളെ എല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോടുകൂടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ബലങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരവും അവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ.
അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയും കരുണയും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ബാർക്കുമോർ ഭക്തിയോടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകറൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമീൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ആമീൻ. തൻ്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടു കൂടെ. ആമീൻ. തൻ്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടു കൂടെ. ആമീൻ. ഉണ്ടായതുണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹ നമ്മോടുകൂടെ. ആമീൻ. കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരെ ഓർക്കേണം. നയവാൻമാർ പുണ്യപ്പെട്ടോർ ഒന്നിച്ചേകുമവർ കാശ്വാസം സ്വർഗേ പുത്രൻ ദൈവം മുറിയോറാഹേ മേലൈനോ ആധാരേ. നാം സ്തുതിയോടു രാജമകൾ ഹാലേ ലൂയായോ ഹാലേ ലൂയാ. നിൻ വലഭാഗെ രാജഭാമിനിയും നിന്നഴകരജന്മോഹിപ്പാൻ ഹാലേലൂയാ ഹാലേലൂയാ. നിൻ ജനമോർക്കായിക പിതൃഗ്രഹവും ബാരക്കുമോ. ശുഭഹോല ബോല ബറോവൽ റൂഹോ കാദീശോ. മെൻ ഓലം വാദാമുലോലം വൽമീനാമി. ഭക്തർ പുകഴ്ച ഭാജനമേ. നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാർത്തൻ പക്കലപേക്ഷണ കേണം. സ്തൗമൻ കാലോസ്കുറിയെ ലായിസോൻ. വാഴ്വായി തീരണമേ. മറിയാമിന്നോർമ്മ അവൾ പ്രാർത്ഥന ഞങ്ങൾ കാത്മാവിനു കോട്ട ബാരക്കുമോ. ശുഭഹോല ബോല ബറോവൽ
റൂഹോ കാദീശോ. ദൈവാംബിക കന്യാ മറിയാമിന്നായി പരിമളധൂപച്ചുരുൾ വായുവിലുയരുന്നു. മുറിയോറാഹേ മേലൈനു ആധാരേ. നിർത്തിയിടരുതേ മാതാവേ, ഞങ്ങൾക്കായുള്ളർത്ഥന നീ ഏകാത്മജനോടർത്തിക്ക. ഞങ്ങളിലാർദ്രതോ നീടാൻ. നയവാൻപന പോലെ തളർത്തിടുമേ ഹാലേലൂയ. വളരുമവൻ ലബനോൻ കാരകിൽ പോൽ. വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ. വർദ്ധിക്കുമവർക്ക് തുഷ്ടി പുഷ്ടികളും പാർക്കുമോ. ശുഭഹോല ബോല ബ്രോവൽ റൂഹോ കാദീശോ. മെൻ ഓലം വാദാമുലോലം വൽമീനാമീ. ഒരു പോലിങ്ങും മാറിയൂസേ. വാനിലും അതുപോൽ നിന്നോർമ്മ. ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി. സ്തൗമൻ കാലോസ് കുറിയേലായിസോ. നിർമ്മല നീബിമാരേ, രാജ്യസുധാസ്ലീഹന്മാരെ പാപാബ്ദീലങ്ങൾ താഴായ്വാൻ പ്രാർത്ഥിപ്പിൻ ബാറക്കുമോ. ശുഭഹോല ബോല ബ്രോവൽ റൂഹോ കാദീശോ. സൽസഹദേന്മാരാം ദൈവത്തിൻ ദാസന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനകൾ കോട്ടകളെങ്ങൾക്കാകട്ടെ. മുറിയോറാഹേ മേലൈനു ആധാരൈൻ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി. അടികളെയും തൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടാൻ. നാം ശബ്ദമുയർത്തി പറയണം. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യനവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമായ നിന്റെ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ഈ ദാസരിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ആമീൻ. എന്നേക്ക് ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, അദൃശ്യമായ നിന്റെ വലതുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ആരാധകരുടെ ഈ സംഘത്തെ നീ ആശീർവദിക്കണമേ. ആമീൻ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിൻ്റെ കരുണ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിക്കുന്നവരിലും
കൊടുക്കുന്നവരിലും കൈക്കൊള്ളുന്നവരിലും ഉണ്ടായിരിക്കട്ടെ. ഇവയിൽ താല്പര്യപൂർവ്വം സംബന്ധിച്ചവരിലും സംബന്ധിക്കുന്നവരിലും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കരുണ രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. നാഥാ കൃപ ചെയ്യണമലിവാൽ കൃപ ചെയ്യണമോ തരമരുളി കൃപ ചെയ്യണമേ നിനക്കു സ്തുതി കൃപ ഞങ്ങളിലുണ്ടാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ദൈവമായ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവുമാകുന്ന തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമുടി സഹദേൻ മാർക്കും മൃതരിൽ കരുണയും ഉണ്ടാക. ഹല്ലേലൂയ. എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത് പാപപരിഹാരപ്രദമായ നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കോ പ്രതികാരത്തിനോ ആയിത്തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഭൂവാകെ നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർ നൽ ശരണം നീയേ, മൃതർ തന്നുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. കർത്താവേ, ദൈവികമായി നിന്റെ വിരുന്നിൽ സന്തുഷ്ടനായി ഞങ്ങൾ നിന്റെ കൃപയെ വാഴ്ത്തുകയും മനുഷ്യരോടുള്ള നിന്റെ സ്നേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ കരുണയുള്ള കർത്താവിനും ഭാഗനാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി അവതരിച്ച സർവവല്ലഭനും വിസ്മയനീയനുമായ ദൈവമേ, ദയതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ബാരക്കുമോ എൻ ദൈവമേ, എൻ ദൈവമേ, പരമോന്നതനേ, സ്ഫടികരദസ്ത നീയൊരുവൻ താൻ മരണവിഹീനൻ.
യേശു ക്രിസ്തോ ഈ തിരുബലി നീ കൈക്കൊള്ളേണമേ. യോബസുമലമേൽ ദാവീദുരാജൻ അർപ്പിച്ചതുപോ കാഴ്ചയിതിൽ കർത്താവേ നിൻ തിരുവുള്ളം തുഷ്ടിപ്പെട്ട് നല്ലവരാം മൃദർ സഹോദരങ്ങളും വാത്സല്യ ഭാജനങ്ങളുമേ, കർത്താവിൻ്റെ പാവപരിഹാരപ്രദമായ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുവിൻ. ആമേൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിതരും പരിശുദ്ധ മാമോദീസയുടെ റൂഷ്മയാൽ മുദ്രിതരുമേ, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും നിങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ നിത്യം ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആമേൻ. ഞാനോ ബലഹീനനും പാപിയുമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ ഞാൻ കരുണയും സഹായവും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുവിൻ എന്നും എനിക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവിൻ. ആമേൻ. കർത്താവ് അങ്ങയുടെ കുർബാന സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവദാസൻ മാറിയ പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനായുള്ള പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് ആരാധനയും മഹത്വവും സ്തോത്രവും അർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ അനന്തകരുണയാൽ കാലത്തിന് തുവകൾ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് അങ്ങ് രൂപം നൽകി അതിനെ വളർത്തി നയിക്കുന്നതിനായി വന്ദിതാതനായ മാറിവാന്യോസ് പിതാവിനെ അവിടുന്ന് നിയോഗിച്ചു. ആ പുണ്യതാതൻ്റെ വിശുദ്ധിയുടെ പരിമളവും സ്നേഹത്തിൻ്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്കും മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക് പൊതുവായും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായും ഒരു വിശുദ്ധൻ്റെ മാതൃകൂടി ലഭിക്കുന്നതിനുമായി ദൈവദാസന്മാർ ഇവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ആമീൻ. എൻ്റെ കടങ്ങളശേഷം നിൻ കൃപയാൽ മായിച്ചിടണമേ. എൻ പാപങ്ങളെയും നീക്കി പുണ്യമെനിക്കേകിടണമേ. രക്ഷകമിശിഹാരാജാവേ, തിരുരഹസ്യം പൂജിച്ചതിനാൽ നിൻ പ്രിയ സിദ്ധന്മാരൊപ്പം നിൻ സ്നേഹിതനാക്കണമെന്നെ. കർത്താവേ, നിന്നുടെ നിത്യ രാജ്യമതാകും സ്വർഗത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്നെ ഞാൻ ശുശ്രൂഷിക്കും. നിത്യസ്തുതി കർത്താവിനും വിധി ദിവസം കൃപ നിങ്ങളിലും ന്യായാധിപതിക്കാർദ്രതയി പാതകനിലുമുണ്ടാകട്ടെ. കൃപയുള്ളവനാം കർത്താവേ, കൃപയന്മേലുണ്ടാകണമേ. കൃപയുണ്ടാവുക അടിയനതാം എന്മേൽ കൃപയുണ്ടാകണമേ. ഈ കുർബാനയണച്ചുള്ളോ പട്ടക്കാരന്മേലും ഈ ശുശ്രൂഷകർ തന്മേലും
ഒരുപോൽ കൃപയുണ്ടാകണമേ.